ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാണ്. അത്യാവശ്യം ഒരു ലോങ് ട്രിപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കാറിന് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു വൃത്തികെട്ട കാലാവസ്ഥയല്ലേ ഇപ്പോൾ, മഴയും വെയിലും എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ കാറിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഹലോ ഹലോ പറയ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. അങ്ങനെ നമ്മളിത് ഒരു ആര്യാസി കയറി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത്. പാലക്കാടാണ് കേട്ടോ. പാലക്കാട് ആര്യാസിലാണ്ട് നമ്മൾ കയറിയത്. അത്രയും ദൂരം യാത്ര ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു പേട വാങ്ങി. ഈ പേട ഞങ്ങളുടെ 3 പേരും ഫേവറേറ്റ് ആണ്. ഈ പേടയ്ക്ക് വേണ്ടി അച്ഛനും മോളും കൂടി തല്ലുകൊണ്ടതാണ് ഈ കാണുന്നത്. ഞാൻ തരില്ല എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി തല്ലുകൊണ്ടതാണ് ഈ കാണുന്നത്. നമ്മൾ ഈ കോയമ്പത്തൂർക്ക് പോണ വഴി ഏകദേശം 3 ടോളുണ്ട്. നമ്മുടെ കാറിന് ഈ ഇടയായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റിയ കാരണം നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് മാറ്റേണ്ടി വന്നു. അപ്പം നമ്മുടെ ഫാസ്ടാഗിൻ്റെ ടാഗ് ഇല്ല. പക്ഷെ നമ്മുടെ ഫാസ്ടാഗിൽ നമ്മൾ പൈസ ഉണ്ട്. അത് ചില ടോൾ ബൂത്തുകാർ നമുക്ക് നമ്പർ അടിച്ച് നമ്മളെ കടത്തി വിടുമായിരുന്നു. പക്ഷെ ചിലവർ നമ്മുടെ നിന്ന് പൈസ മേടിക്കും കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും അത് നഷ്ടമല്ലേ, നമ്മുടെ ഇരട്ടി പൈസ പോലും. അങ്ങനെ 2 ടോളിൽ ഞങ്ങൾ പൈസ കൊടുക്കേണ്ടി വന്നു. പക്ഷെ 3ാമത്തെ ടോളിൽ ആ ചേട്ടനൊരു പാവമായതുകൊണ്ട് ഞങ്ങൾക്ക് നമ്പറൊക്കെ അടിച്ച് ഞങ്ങൾ പറഞ്ഞു വിട്ടു. അപ്പം പിന്നെ എന്ത് നല്ല വ്യൂ ആല്ലേ, മൊത്തം ചുറ്റും നല്ല മലകളും നല്ല അടിപൊളി റോഡും നല്ല രസമുണ്ടായിരുന്നു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വാവ പതുക്കെ ഉറങ്ങി തുടങ്ങിയിട്ടാണ്. ഏകദേശം നമ്മൾ നല്ല അടിച്ചു പൊളിച്ച് നല്ല പാട്ടൊക്കെ വെച്ച് നല്ല സന്തോഷത്തിൽ പോവാണ്. നമ്മൾ മെയിനായിട്ട് കോയമ്പത്തൂർ എന്ന് എന്തിനാണെന്ന് വിചാരിച്ചാൽ കുറേ നാളായി ഞാൻ വിചാരിക്കണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വളം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത്, നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നല്ല കേട്ടോ, കാറ് പാർക്ക് ചെയ്ത് അവിടെ കീ കൊടുത്താൽ മതി. അപ്പോൾ അവർ വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യും. നമ്മുടെ ഇവിടെ ഭയങ്കര ഇതല്ലേ, ഇവിടെ നല്ല സുഖമാണ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളും എല്ലാം. സ്ഥലം കറക്റ്റ് സ്പേസിന് ഓരോ മാർക്കറ്റിലും ഓരോ സ്പേസ് ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ചാലക്കുടി മാർക്കറ്റിലൊന്നും കാറ് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. അത് പോരാഞ്ഞിട്ട് എവിടെ എപ്പോഴും ബ്ലോക്കാണ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ ഏരിയ വെച്ചിട്ട് പാർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പാർക്ക് ചെയ്ത് കീ കൊടുത്തിട്ട് നമ്മളിവിടെ MS എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അതൊരു ഹോൾസെയിലാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കാർ പാർക്ക് ചെയ്ത് നിധി വരുമ്പോഴേക്കും ഞാൻ അമ്മേനൊക്കെ വിളിച്ച് പറയണം കേട്ടോ, ഞങ്ങൾ ഇവിടെ എത്തി നോക്കാം. അങ്ങനെ ഫോണിലൊക്കെ പതുക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 കൂടി നടക്കാൻ പോകണ്ട. അത്യാവശ്യം ദൂരമുണ്ട്. പിന്നെ ഏകദേശം ഇവിടെ എത്തിയത് ഒരു 11:30 ടൈം ആയതുകൊണ്ട് നല്ല വെയിൽ. അതൊരു എന്താ പറയുക, നമ്മളവിടെ നല്ല മഴ പെട്ടെന്ന് എനിക്ക് വന്നപ്പോൾ ഒരു ഭയങ്കര ചൂട്. അങ്ങനെ മേലും മൊത്തം ഇങ്ങനെ വേർക്കായിരുന്നു. നിധിയും ആദ്യം ഓടിപ്പോകുന്നു. എനിക്ക് ഓടാൻ പറ്റുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ജിമ്മിക്കൂട്ടുള്ള ഇതിന് ട്രെയിൻ ചെയ്തിട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ഷോപ്പ് കണ്ടു. അപ്പോൾ പറഞ്ഞു അവിടെ വളകളില്ല, വളകൾ റോഡ് സൈഡിൻ്റെ അപ്പുറത്താണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ പോയി. അവിടെ പോയപ്പോഴേ കാണുന്നത് കണ്ടിട്ട് എനിക്ക് വല്ല ഒബ്സഷൻ വന്ന പോലെയായിരുന്നു. ഏതോ എല്ലാ ടൈപ്പ് കുപ്പിവളകളും. എനിക്ക് മെയിനായിട്ട് കുപ്പിവളകളോട് പ്രത്യേകത ഒരു ഒബ്സഷൻ ഉണ്ട്. പണ്ട് ഞാനൊരു 7ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങി തന്നെ അത് വാങ്ങിക്കുമായിരുന്നു. എപ്പോഴും അവിടെ ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് 2 കുപ്പിവള 10 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. അപ്പം ഞാൻ എല്ലാ കളേഴ്സും 2 വെച്ച് വാങ്ങിക്കും, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി. അവിടെ ഞങ്ങൾ അങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തൊക്കെ ഇടുമായിരുന്നു. അപ്പം അത്രയ്ക്ക് എനിക്ക് പണ്ട് മുതലുള്ള ഒരു ഒബ്സഷനാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏതെങ്ങാണ്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലത്തെ അവസ്ഥയായിരുന്നു. ഇവിടെ ആണെങ്കിൽ റെയിൻ ഡ്രോപ്പ് ബാംഗിൾസും അല്ലാതെയുള്ള ഗോൾഡൻ ബാംഗിൾസും മറ്റേ ഗിൽറ്റഡ് ബാംഗിൾസും അല്ലാതെ ഫാൻസി ബാംഗിൾസും എല്ലാം കൂടി കണ്ടിട്ട് എനിക്കൊന്നാമത് ഈ വള എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ക്രേസാണ്. ഇത് കണ്ടിട്ട് ആകെ സന്തോഷമോ എന്തൊക്കെയോ തോന്നുമായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന അക്ക എന്ന് പറഞ്ഞാണ്ടില്ല, നമ്മളെ കൊണ്ട് ഇടിപ്പിക്കാൻ വേണ്ടി ഭയങ്കര കഴിവുള്ളൊരൊക്കെയായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുപ്പിവളകളൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വാവ അവിടുത്തെ 2 സെയിൽസ് ഗേളായിട്ട് നല്ല കമ്പനിയായി. അവിടെ ഒളിച്ച് കളിക്കുക. അവർക്ക് ലാംഗ്വേജ് ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ വാവയ്ക്ക്. അവരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഓടിക്കളിയും ഭയങ്കര കളികളൊക്കെ ആയിരുന്നു.
അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് കുറേ വളകൾ എടുക്കാനൊക്കെ സാധിച്ചു കേട്ടോ. എന്തായാലും താങ്ക്സ് ടു ആ കുട്ടി നമുക്ക് മനസ്സമാധാനം തന്നതിന്. കാരണം കൊച്ചുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ റോഡ് സൈഡിൽ ദേ ഒരു ഞാവൽപ്പഴവും ഒക്കെ നമ്മളിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാവൽപ്പഴത്തിനൊക്കെ നല്ല മുഴുത്ത സൈസ് ഇട്ടാ കാണുമ്പോൾ തന്നെ കുത്തിയോ. അപ്പം നമ്മളത് മേടിച്ച് കഴിച്ചു.